ഹലോ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ പതിവ് ജോലികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടേ. അപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ഇടിയപ്പവും സോയ റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത്. സാധാരണ മുട്ട റോസ്റ്റും കടലക്കറി, ഗ്രീൻ പീസ് കറി എന്നിങ്ങനെ നമ്മൾ മാറി മാറി ചെയ്യാറുണ്ട്. എല്ലാം എപ്പോഴും ഒരുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാനും നമുക്കൊരു താല്പര്യമില്ലായ്മ തോന്നും. അപ്പോൾ ഇന്ന് സോയ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതേ പാല് വാങ്ങിച്ചിട്ട് വന്നിട്ട് ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ സോയ അത് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ 2-3 തവണ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണമല്ലോ. അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ്, ഒരു ചുവ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇവിടെ ഇടിയപ്പത്തിനുള്ള തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പൊടി നനയ്ക്കണം. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് പൊടി നന്നായിട്ട് കുഴച്ചെടുക്കണം. പൊടി നനയ്ക്കുന്ന കാര്യം എല്ലാവർക്കും ഭയങ്കര ഒരു പാടല്ലേ. കാര്യം വെച്ചാൽ തിളച്ച വെള്ളമല്ലേ. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തവി കൊണ്ട് കുഴച്ചതിന് ശേഷമാണ്, പിന്നെ അല്പം ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ കൈകൊണ്ട് നമുക്ക് നനയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചായ ഇട്ടത് ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോയ ഫ്രൈ ചെയ്യാനായിട്ടാണ് ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മക്കൾ 2 പേരും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അടുക്കള എനിക്ക് സഹായത്തിന് 2 പേരും ഉണ്ട്. അപ്പോൾ അവർ 2 പേരും കൂടെയാണ് സോയ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ദേ പൊടിയൊക്കെ കുഴച്ച് ഇടിയപ്പം ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് ജോലി എളുപ്പമാവുമല്ലോ. അങ്ങനെ സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. ഇടിയപ്പവും ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാപ്പുപൊടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാപ്പുപൊടിയുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് കറി വയ്ക്കാനായിട്ട് കുറച്ച് ചെമ്മീനും കിട്ടി. ഇന്ന് ചെമ്മീനായിരുന്നു. 2 ദിവസം അടുപ്പിച്ച് മത്തി തന്നെയാണ് വന്നത്. ഇപ്പോൾ ചെറിയ മത്തി കയറിയിട്ടുണ്ടല്ലോ. അത് കാരണം എല്ലാ മീൻകറി വരുമ്പോഴും ഈ മത്തിയും കൊണ്ടാണ് വരുന്നത്. കാരണം ഞാൻ പിന്നെ മത്തി വാങ്ങിച്ചില്ല. ഇവിടെ പിള്ളേർക്കും അതൊരു മടുപ്പായിട്ട് തോന്നിയതുകൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ ചെമ്മീനാകുമ്പോൾ ഇവർക്ക് റോസ്റ്റ് ചെയ്യണതും വറുത്തരച്ച് കറി വയ്ക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ മോളാണ് ചെമ്മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. അനു ഇവിടെ കൂർക്ക മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് ചീകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വാരിയൊക്കെ എടുക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കറിയൊക്കെ റെഡിയാക്കി. അതിൻ്റെ വീഡിയോ എടുക്കാനും പറ്റിയില്ല, സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ. പിന്നെ ചെടിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു. വൈകുന്നേരമാണ് വെള്ളം വന്നത്. നമുക്ക് ജപ്പാൻ വെള്ളം ഇല്ലാതിരിക്കുകയായിരുന്നു. വൈകുന്നേരമാണ് വെള്ളം വന്നത്. അപ്പോൾ ഞാൻ ആ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം സമയമായതുകൊണ്ട് ചെടിയിലും പുല്ലിലൊക്കെ ഈ കൊതുകൊക്കെ വന്നിരിക്കുമല്ലോ. അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ അതൊക്കെ പറക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ശരിക്കും കുത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവഗണിച്ചിട്ട് ഞാൻ പിന്നെ ചെടി തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. രാവിലെ സാധാരണ ഞാൻ ചെടി നനക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ വെള്ളം ഇല്ലാഞ്ഞുകൊണ്ട് നനക്കാനും പറ്റിയില്ല. പിന്നെ ഇനി തൂത്തുവാരാനും ഒക്കെ ഉണ്ട്. അപ്പോൾ മോള് ഇപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട്, സ്റ്റഡി ലീവ് ആയതുകൊണ്ട് ഇപ്പോൾ കോളേജിൽ പോകണ്ട. അപ്പോൾ പഠിക്കാനൊക്കെ ഉണ്ട്. എന്നാലും എന്നോട് പറഞ്ഞ് കരികിലേക്ക് ഞാൻ തൂത്തോളാം, അമ്മ ചെടി നനച്ചാൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ബാക്കി ചെടികളൊക്കെ ഇവിടെ ഒത്തിരി അപ്പുറമൊക്കെ ഉണ്ട്. കറ്റാർ വാഴയുണ്ട്, പിന്നെ നമ്മുടെ ചെത്തി, ഗേറ്റിന് വെളിയിലൊരു ചെത്തിയുണ്ട്, പിന്നെ തുളസിത്തറയുടെ പറ്റയല്ലേ നമ്മുടെ ക്ലോവി നിൽക്കുന്നത്. ക്ലോവിക്ക് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളെല്ലാ ദിവസവും അതിൻ്റെ കാ പറിച്ചെടുക്കുന്നതല്ലേ. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തേണ്ടേയിരിക്കും. ഇപ്പം നല്ല ചൂടുവാണല്ലോ, മഴയും പെയ്യുന്നില്ലല്ലോ. അത് കാരണം എല്ലാത്തിനും നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ചെത്തിക്കും വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഓസ് കൊണ്ടുപോയതാണ്. പിന്നെ നമ്മുടെ അകത്ത് തന്നെയാണ് കറ്റാർ വാഴ. നമുക്ക് ഇവിടെ 2-3 ചട്ടിയിലായിട്ട് കറ്റാർ വാഴയുണ്ട്. അപ്പോൾ അതൊക്കെ അതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ജലാംശം കൂടുതലുള്ളതാണല്ലോ. അതുകൊണ്ട് നമ്മളൊന്ന് തളിച്ച് വിടത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ ജോലികളൊക്കെ അങ്ങനെ നടക്കുന്നു. പിന്നെ കുറച്ച് പണികൾ എനിക്ക് അകത്തൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ആ സമയം കൊണ്ടാണ് മോളിവിടെ കരിയിലേക്ക് അടിച്ചു വാരിയത്. ഇപ്പം തന്നെ ഇതേ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാനുള്ള സമയമൊക്കെ ആയി വരുന്നു. പിന്നെ നമുക്ക് വിളക്ക് വയ്ക്കാനൊക്കെ ഉണ്ട്. പിന്നെ രാത്രിയിലത്തേക്ക് കറി പോരുന്നുണ്ടെങ്കിൽ, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറികൾ എന്തെങ്കിലും പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്തെങ്കിലും പരിഹരിക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു തോരനോ മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മോനും അനുവും കൂടി പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ മോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അൽഫാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലെടുത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.